CPM-ന്റെ ഏതാണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരു യുവാമുഖം എന്ന് പറയുന്നില്ല, എന്നാലും ഏതാണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മത്സരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു. 91-ൽ എല്ലാവരും മത്സരിക്കാൻ പോയി സെക്രട്ടേറിയറ്റിൽ നിന്ന് അന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടു. അതേപോലെ അതിൽ M. സ്വരാജ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. സെക്രട്ടേറിയറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. നിയമസഭയിലെ നല്ലൊരു ഒരു പാർലമെന്റേറിയനാണ് ശരിക്കും LDF-നെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച്. ഇത്തവണ സ്വരാജിനെ എവിടെ മത്സരിപ്പിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം എന്തായാലും തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം വരുന്നില്ല. ജില്ലാ നേതൃത്വം അങ്ങനെ ഒരു ഓപ്ഷനെ ഇപ്പോൾ ആലോചിക്കുന്നില്ല. കാരണം സ്വരാജും താല്പര്യപ്പെടുന്നില്ല, ജില്ലയിലെ പാർട്ടിയും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ സ്വരാജ് മത്സരിക്കാൻ ഈ കഴിഞ്ഞ നിലമ്പൂരിൽ അദ്ദേഹം എന്തായാലും മത്സരിക്കില്ല. നിലമ്പൂരിൽ അദ്ദേഹത്തിന് ചുമതല വഹിച്ചിരുന്നുവെങ്കിൽ അവിടെ ആ പേര് പറഞ്ഞു കേട്ടു, അവിടെയും പോകാൻ പാടില്ല. പിന്നെ സ്വന്തം ജില്ലയായ മലപ്പുറത്ത് പിന്നെയുള്ള ഒരു സീറ്റ് പൊന്നാനിയിലാണ്. അപ്പോൾ പൊന്നാനിയിൽ സ്വരാജ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ച P. നന്ദകുമാർ ഒരു തവണ വീണ്ടും അദ്ദേഹത്തിന് സീറ്റ് നൽകണമെന്നില്ല. വേണമെങ്കിൽ അദ്ദേഹത്തെ മാറ്റി സ്വരാജിനെ മത്സരിപ്പിക്കാം. ഒരു സേഫ് ആയിട്ടുള്ള സീറ്റിൽ സ്വരാജിനെ മത്സരിപ്പിക്കണമെങ്കിൽ CPM-ന് ഒറ്റ ഓപ്ഷനുള്ളത് ഇപ്പോൾ മലപ്പുറത്ത് CPM-ന് സേഫ് സീറ്റായിട്ട് സ്വരാജിനെ മത്സരിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു സീറ്റ് പൊന്നാനിയാണ്. അത് ശരിയാണ്. എന്ന് മാത്രമല്ല, മുമ്പ് P. ശ്രീരാമകൃഷ്ണൻ പൊന്നാനിയിൽ വന്ന് മത്സരിക്കുകയും 10 വർഷം 2 തവണയായിട്ട് അവിടെ MLA ആവുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. പക്ഷേ പൊന്നാനി എന്ന് പറയുന്നത് CPM-ന് ജൈവികമായ അടിത്തറയുള്ള മലപ്പുറം ജില്ലയിലെ മണ്ണാണ്. അതിന്റെ ചരിത്രമുണ്ട്. അപ്പോൾ പൊന്നാനിയിൽ തന്നെയുള്ള CPM നേതാക്കൾക്ക് ഇപ്പോൾ നന്ദകുമാർ മാറുകയാണെങ്കിൽ ചാൻസ് കൊടുക്കണ്ടേ എന്ന പ്രശ്നമുണ്ട്. അതും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള നിരവധി CPM നേതാക്കൾ ഉള്ള ഒരു സ്ഥലമാണ്. പൊന്നാനിക്ക് വലിയ ഒരു പാരമ്പര്യമുണ്ട്. TM സിദ്ദിഖിനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന അണികൾ രംഗത്ത് വരികയും TM സിദ്ദിഖ് തന്നെ പാർട്ടി നടപടി ഏറ്റുവാങ്ങുകയും പിന്നീട് ഇപ്പോൾ TM സിദ്ദിഖിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ ഏരിയ സെക്രട്ടറി ഖലിമുദ്ദീൻ, പഴയ SFI നേതാവ്, അങ്ങനെ പൊന്നാനിക്കാരായിട്ടുള്ള നിരവധി ആളുകൾ TM സിദ്ദിഖും ഖലിമുദ്ദീനും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറെ വിജയിപ്പിക്കണം എന്ന് പൊന്നാനിക്കാരോട് ആവശ്യപ്പെടാം. പൊന്നാനിയുടെ ഒരു രാഷ്ട്രീയ ചരിത്രമൊക്കെ അങ്ങനെ തന്നെയാണ്, സംശയമില്ല. പക്ഷെ അപ്പോഴും ഈ അവിടുത്തെ ആളുകൾ അവിടെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസ് അവിടെ മത്സരിപ്പിച്ചിട്ടുണ്ട്. MP ഗംഗാധരനെയും PT മോഹനകൃഷ്ണനെയും പോലുള്ള നേതാക്കളെ മത്സരിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചാണെങ്കിൽ CPM 2 ഇപ്പോൾ സാമുദായികമായിട്ട് പിന്നെ EK ഇമ്പിച്ചുബാവയും പാലുളി മുഹമ്മദ് മൂട്ടി TK ഹംസയൊക്കെ അവിടെ മത്സരിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ശ്രീരാമകൃഷ്ണനും P. നന്ദകുമാറും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 2 സാമുദായിക വിഭാഗത്തിലുള്ള പെടുന്ന നേതാക്കളെയും മത്സരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് CPM-നെ സംബന്ധിച്ച്. അല്ല, സാമുദായികത എന്നുള്ളത് വിട്ടാലും പൊന്നാനിക്കാരായ എന്ന് പറഞ്ഞാൽ പാർട്ടിയെ അവിടെ വളർത്തുന്ന, പാർട്ടിയെ എപ്പോഴും നിലനിർത്തുന്ന ധാരാളം ആളുകൾ പൊന്നാനിയിൽ ഉണ്ടെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും എൻ്റെ ഒരു ഊഹവും അവിടെ പറഞ്ഞു കേൾക്കുന്നതും സ്വരാജിന്റെ പേര് മുതൽ A. വിജയരാഘവന്റെ പേര് വരെ ചർച്ചയാവുന്നുണ്ട്. കാരണം CPM-ന് മലപ്പുറത്ത് നിന്ന് 16 മണ്ഡലത്തിൽ 15-ലും ജയസാധ്യത കുറവാണ്. ജയസാധ്യതയുള്ള മണ്ഡലം പൊന്നാനിയാണ് എന്നുള്ളതുകൊണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടി, അങ്ങനെയാണെങ്കിൽ തൃപ്പൂണിത്തുറയിൽ എന്തായാലും സ്വരാജ് മത്സരിക്കില്ല എന്ന് കേട്ടു. തൃപ്പൂണിത്തുറയിൽ അവിടെ സജീവമായി CPM അല്ലെങ്കിൽ ജില്ലാ നേതൃത്വമൊക്കെ പരിഗണിക്കുന്നത് മുൻ മേയർ M. അനിൽകുമാറിനെ മത്സരിപ്പിക്കാൻ സാധിക്കും.